കുറച്ച് നാളായി ഈ വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല. അതിന് മുന്നേ ഈ ഒരു പള്ളി കണ്ട ഇവിടെ ഇതിനിടയ്ക്ക് ജാൻവി കപൂറിൻ്റെ ഒരു ഷൂട്ടിംഗ് നടക്കുന്നത്. അതായത് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ടൈമിലാണ് കേട്ടോ ആ ഒരു ഷൂട്ടിംഗ് ഉണ്ടായത്. അപ്പം എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് കുറേ അങ്ങ് ലേറ്റായി. ഞാൻ എവിടത്തേക്കാണ് പോകുന്നതെന്നൊന്നും നിങ്ങളുടെ അടുത്ത് ഇതുവരെ പറയണത്രേ. ഞാനിതാ മുംബൈയിൽ താജ് ഹോട്ടലിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവേന്ന്. നമ്മൾ പുറമേ നിന്ന് ഗേറ്റ് വേൻ്റെ അടുത്തെല്ലാം പോകുന്ന സമയത്ത് താജ് ഇങ്ങനെ കാണും വരുന്നല്ലാണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറാനൊന്നും നോക്കിയില്ല, കയറിയിട്ടുമില്ല. അങ്ങനെ നമ്മളിതാ ഇന്നൊരു ദിവസം അതിൻ്റെ ഉള്ളിലേക്ക് കയറിയെന്ന്. അങ്ങനെ കയറിയതാ ഉള്ളിലേക്ക് ഇങ്ങനെ നടക്കുമ്പോഴാണ് രണ്ട് സൈഡിലും ഇങ്ങനെ ജ്വല്ലറീസും പിന്നെ പല ഐറ്റംസ് ഉണ്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ട് നടക്കാൻ എന്തോ ഒരു രസം. നല്ലയുണ്ട്, പല പല ജ്വല്ലറീസിൻ്റെ മോഡലും നല്ലയുണ്ട് കാണാൻ വേണ്ടി. ഈ ഒരു ഫോട്ടോസ് കാണുന്നത് ഇതിൻ്റെ ഉള്ളിൽ സ്റ്റേ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ ഫോട്ടോസാണ്. അമിതാഭ് ബച്ചൻ ഉണ്ട്, ഒബാമയുണ്ട്, ഷാറൂഖ് ഖാൻ ഉണ്ട്, അങ്ങനെ പല പല വലിയ വലിയ സെലിബ്രിറ്റീസിൻ്റെ ഫോട്ടോസാണ് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ അവിടെ നിന്നും കുറച്ച് മുന്നോട്ടേക്ക് നടന്നു. നല്ല ഇങ്ങനെ കുറേ നടക്കാനുണ്ട് അതിൻ്റെ ഉള്ളിൽ. വലിയ ഹോട്ടലാണല്ലോ, അപ്പോൾ എന്തായാലും കുറേ നടക്കാനുണ്ട്. പല കാര്യങ്ങളും സൈഡിൽ ഇങ്ങനെ ഓരോന്ന് ഫ്രെയിം ചെയ്തിട്ടെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും കുറേ ജ്വല്ലറീസ് ഉണ്ട്. നെക്സ്റ്റ് നമ്മൾ സ്റ്റെയറെല്ലാം കയറി നേരെ മുകളിലേക്കാണ് പോയത്. അങ്ങനെ മുകളിലേക്ക് നമ്മളെല്ലാവരും നടക്കിയെന്ന്. പിന്നെ വേറൊരു കാര്യം, ഇവിടുത്തെ സ്റ്റാഫിൻ്റെ ഒരു എന്താ പറയുക സംസാരവും പിന്നെ അവർ എന്തൊരു പൊളൈറ്റായിട്ടാണ് അവർ സംസാരിക്കുന്നത്. നല്ലൊരു ഹോസ്പിറ്റാലിറ്റിയാണ് അവരവിടെ കീപ്പ് ചെയ്യുന്നത്. നമ്മളവിടെ സ്റ്റേ ചെയ്യാൻ കൂടി പോയതല്ല, എന്നിട്ട് പോലും നമ്മളടുത്ത് അത്രയും നല്ല മര്യാദയിലാണ് അവർ സംസാരിക്കുന്നതും ഒക്കെ വേണ്ടുന്നത് ചോദിക്കുന്നതെല്ലാം. അങ്ങനെ നമ്മൾ മുകളിലേക്കുള്ള റൂമിലേക്ക് പോകുമ്പോഴാണ് ഓരോ റൂംസിനും ഓരോ പേരാണ് കൊടുത്തിട്ടില്ലേ. പിന്നെ നേരത്തെ താഴെ കണ്ടുപോലെ തന്നെ കുറേ ഫ്രെയിംസും കാര്യങ്ങളെല്ലാം ഇതിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഓരോ ചുമരിലും എല്ലാ ചുമരിലും ശരിക്കും പല കാര്യങ്ങളും അവർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ല മിറേഴ്സ് ഓരോ സൈഡിലും ഉണ്ട് കേട്ടോ, ഇതുപോലെയുള്ള നല്ല നല്ല മിറേഴ്സ്. താഴെന്ന് ഇങ്ങനെ മുകളിലേക്ക് എടുക്കുന്ന സമയത്താണ് ഈ ഒരു താജിൻ്റെ ഏറ്റവും ഹൈറ്റിൽ, അതായത് ഇത്രയും ഏരിയാസിൽ റൂംസും കാര്യങ്ങളുണ്ട്. എനിക്ക് ഈ റൂമെല്ലാം കാണുമ്പം പണ്ട് ആ ഒരു ഇൻസിഡൻറ്റ് നടന്നിട്ടുണ്ടായിട്ടില്ലേ, മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ്റെ ആ ഒരു കാര്യങ്ങളും പിന്നെ ആ ഒരു സിനിമ കണ്ടതുകൊണ്ട് ഈ ഒരു താജ് ഇങ്ങനെ കാണുന്ന സമയത്ത് എൻ്റെ മൈൻഡിൽ അതുതന്നെയാണ് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഇതാണ് താജിൻ്റെ ഉള്ളിലുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പം നമുക്ക് കുറച്ച് കാര്യങ്ങളാണ് ഞാൻ കാണിച്ചു തന്നത്. നമുക്ക് ഏറ്റവും മുകളിലോളം അങ്ങനെ പോകാൻ പറ്റണം എന്നില്ല, കാരണം ഗസ്റ്റും കാര്യങ്ങളെല്ലാം ഉണ്ടാവില്ല. അപ്പം നമുക്ക് എന്തായാലും അങ്ങോട്ട് അധികം അലൗഡ് അല്ല. പിന്നെ ചില ഏരിയാസിൽ ക്യാമറയും വിടൂല. അങ്ങനെ നമ്മളിതാ പുറത്തേക്ക് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. പുറത്തിറങ്ങുമ്പം നല്ല എന്താ പറയുക തിരക്കുണ്ട്. കാരണം അന്ന് ഞായറാഴ്ചയാണ്.
അപ്പോൾ നമ്മൾ അങ്ങനെ ഇനി പോവേന്ന് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമുക്ക് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മളും വേറെ പല സ്ഥലങ്ങളിലും പോകാനുണ്ട്. അങ്ങനെ താജ് കാണണം എന്നുള്ള ഒരു ആഗ്രഹം എൻ്റെ അത് തീർന്നു. പിന്നെ ഏച്ചിയും അമ്മ ഇവരൊക്കെ മുന്നേ ഒരിക്കൽ വന്നിട്ടുണ്ടായിന്. പിന്നെ ഞാൻ ഒന്നും കൂടി വന്നതിന് ശേഷമാണ് എന്നെ രണ്ടാമതും കൂട്ടിയിട്ട് ഇവരെ പോയത്. അതായത് എനിക്ക് വേണ്ടിയിട്ടാണ് ഇവർ രണ്ടാമത്തെ പ്രാവശ്യം പോയത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷമായിട്ട് വരാം. അപ്പം അതുവരേക്കും ടാറ്റാ.